സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും ഡൗട്ട് എന്താണ് ക്വാളിറ്റി സർവേ. മനസ്സിലായി. ബേസിക്കലി നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോളേജ് കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിലും പല ആൾക്കാർക്കും വരുന്നൊരു ഡൗട്ടാണ് എന്താണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ളത്. ഓക്കെ, സോ സച്ചിൻ ഒരു വീടെടുക്കാൻ തീരുമാനിച്ചു. ഓക്കെ, സച്ചിൻ വീടെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സച്ചിൻ്റെ മൈൻഡിൽ സച്ചിൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. ഓക്കെ, സച്ചിന് നല്ലൊരു ലാൻഡ് ഉണ്ട്. ഓക്കെ, സച്ചിൻ്റെ മൈൻഡിൽ ആദ്യം വരുന്നൊരു കാര്യം എന്താണ്? വീടെടുക്കണമെങ്കിൽ ഡിസൈൻ. ഓക്കെ, നല്ലൊരു ഡിസൈൻ വേണം. ഓക്കെ, സോ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നൊരു പില്ലർ അല്ലെങ്കിൽ ആദ്യം വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസൈൻ. ഓക്കെ, അതായത് നമുക്ക് നല്ലൊരു ഡിസൈൻ വേണം. സോ അതിൽ വരുന്നത് നമ്മളിപ്പം ഒരു ഡിസൈൻ വേണ്ടിയിട്ട് നമ്മളൊരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈൻ തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നത് എന്താണ്? ഇനി എങ്ങനെ, ഐ മീൻ എത്ര പൈസ ദാറ്റ് മീൻസ് കോസ്റ്റ്. ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എത്ര വരുന്നത് എന്നുള്ളത്. സോ എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഒരു ക്വാണ്ടിറ്റി സർവേയുടെ റോളുണ്ട്. ഓക്കെ, സോ ഇത് ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വേറൊരു പില്ലറാണ് ക്വാണ്ടിറ്റി സർവേയർ. ഓക്കെ, ഡിസൈൻ ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർക്കിടെക്റ്റ് ഉണ്ടാവും, സ്ട്രക്ചറൽ ഡിസൈനർ ഉണ്ടാവും, ദെൻ ഇൻറ്റീരിയർ ഡിസൈൻ ഉണ്ടാവും, ദെൻ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ. അങ്ങനെ ഡിസൈനർ ഇൻ ദ സെൻസ് നമ്മൾ പറയുന്നത് ഒരു ഡ്രോയിങ് വർക്ക് ചെയ്യാനുള്ള ഒരു ഡ്രോയിങ് ഡെലിവറി ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഡിസൈനർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ഡിവിഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേഷൻ ഉണ്ടാക്കണം, ദെൻ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കണം, കൺസ്ട്രക്ഷനിലെ ഓരോ ആക്ടിവിറ്റീസിൻ്റെ പൈസ എങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാം, ടെക്നിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. ഓരോ ഐറ്റംസ് നമ്മളിപ്പോൾ ഒരു ഫ്ലോറിങ് മെറ്റീരിയൽസ് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ടെക്നിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. കോൺട്രാക്ടർക്ക് മാസം ബില്ല് വേണമെങ്കിൽ സൈറ്റിൽ പോയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞിട്ട് മാത്രമാണ് ബില്ല് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ത്രൂ ഔട്ട് ഒരു കൺസ്ട്രക്ഷനിൽ നമുക്ക് ഒരു QSൻ്റെ റോളുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന റോൾ എന്ന് പറയുന്നത് എക്സിക്യൂഷൻ. അത് എക്സിക്യൂഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സൈറ്റ് എഞ്ചിനീയർ എല്ലാവർക്കും അറിയുന്ന ഒരു റോളാണ്. ദെൻ കൺസ്ട്രക്ഷൻ മാനേജർ, പ്രൊജക്റ്റ് എഞ്ചിനീയർ, പ്ലാനിങ് എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരുപാട് റോളുകൾ വരുന്നുണ്ട്. ദെൻ നമുക്ക് ബേസിക്കലി ഡിസൈൻ ഉണ്ട്, കോസ്റ്റ് ഉണ്ട്, പിന്നെ നമുക്ക് നമ്മളുടെ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇത് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? ക്വാളിറ്റിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ അതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ക്വാളിറ്റി എഞ്ചിനീയർ, ക്വാളിറ്റി ഓഫീസർ, QC എഞ്ചിനീയർ, അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ദെൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വർക്ക് കഴിഞ്ഞാൽ നമ്മളെ ബിൽഡിങ് സേഫായി. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മളുടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സേഫ്റ്റി. ഓക്കെ, അത് അടുത്ത പില്ലറാണ്. ഓക്കെ, അത് സേഫ്റ്റി ഓഫീസർ, സേഫ്റ്റി എഞ്ചിനീയർ, അങ്ങനെയുള്ള വരുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് 5 പില്ലറാണ് നമ്മളുടെ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. ഈ 5 പില്ലറിൽ ഒരു പില്ലറാണ്, അതായത് കോസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് റോളുള്ളൊരു കാര്യമാണ്. അവിടെയാണ് നമ്മളുടെ ക്വാണ്ടിറ്റി സർവേയർ വരുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ എന്നുള്ള റോള് കാണാം, ബില്ലിംഗ് എഞ്ചിനീയർ എന്നുള്ള റോള് കാണാം, ദെൻ കോൺട്രാക്ട് എഞ്ചിനീയർ എന്നുള്ള റോള് കാണാം, എസ്റ്റിമേഷൻ എഞ്ചിനീയർ എന്നുള്ള റോള് കാണാം, ദെൻ ടെൻഡറിങ് എഞ്ചിനീയർ എന്നുള്ള റോള് കാണാം, കോസ്റ്റ് കൺട്രോളർ എന്നുള്ള റോള് കാണാം. ഇതൊക്കെ ഒരു QS ആണ്. ഒരു QS അതിനെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഒരു ഇതാണ് QS അല്ലെങ്കിൽ ക്വാണ്ടിറ്റി സർവേയർ.